നമസ്കാരം. ഇത് കഴിഞ്ഞ ദിവസത്തെ വേറെ OPയിൽ ഒരു പേഷ്യൻ്റ് വന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ എനിക്കിത് ഡെഫിനറ്റായിട്ട് പറയണം തോന്നിയത്. ഇത് നമ്മുടെ ചാനലിലും ഇതേ പ്രശ്നത്തിൽ കുറേയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പേഷ്യൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ 2010 തൊട്ട് അമൃതയിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അമൃതയിൽ ഉള്ള സമയത്ത് ഞാൻ കണ്ട പേഷ്യൻ്റാണ്. അവർ വളരെ കുറേ നാൾ കണ്ടു. 2016-17 വരെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരുന്നു. ആദ്യം നല്ല അസുഖം സിവിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് അസുഖം കുറഞ്ഞു. അസുഖം കുറഞ്ഞു കഴിഞ്ഞ് 2016 വരെ അവർ നെട്ടൊരു കെയറിൽ വന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കൊല്ലം കൂടി ചങ്ങനാശ്ശേരി OPയിൽ വന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരിത് തിരിച്ച് വരാൻ സാധിച്ചില്ല. പല പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു വരാൻ സാധിച്ചില്ല. അവരുടെ മകൾ പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞപ്പോൾ അവർ മകളുടെ കൂടെ ട്രിവാൻഡ്രത്തോട്ട് പോയി. അതിനുശേഷം അവർ കുറച്ച് ദിവസം കൂടി മരുന്ന് കഴിച്ചു. 3-4 മാസം കഴിഞ്ഞപ്പോൾ അവർ മരുന്നൊക്കെ നിർത്തി. അവരുടെ വേദനയൊക്കെ നല്ല കൺട്രോളായിരുന്നു. അത് കഴിഞ്ഞ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് അവർ ഒരു മാസം മുമ്പ് OPയിൽ വീണ്ടും വന്നു. OPയിൽ വന്നപ്പോൾ വീൽ ചെയറിലാണ് അമ്മ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയാൽ കഴിയും. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ, കാരണം വളരെ ക്ലോസ് ആയിട്ട് വളരെ നമ്മുടെ സംസാരിക്കുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ 2017 വരെ എനിക്ക് പിന്നെ അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ചെറിയ പ്രശ്നങ്ങളായിട്ട് വന്നി, പിന്നെ മോള് പ്രഗ്നൻ്റായി, എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു, കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2020 ഞാൻ പറഞ്ഞു അപ്പം അസുഖം തിരിച്ച് വന്നപ്പോൾ വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ 2023 രണ്ടാമതൊരു അസുഖം തുടങ്ങിയത്. ആ സമയത്ത് ഒരു മുട്ടിന് വേദന വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവരവിടെ ലോക്കലായിട്ട് ആരോഗ്യമൊക്കെ കാണിച്ചു. അതിനുശേഷം അവർക്ക് വേദന കുറഞ്ഞില്ല. പിന്നെ അവിടെ 1-2 ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വരാതിരുന്നേ. അപ്പോഴാണ് അവർ പറഞ്ഞത് ഡോക്ടറെ തിരിച്ച് മരുന്ന് മുടക്കിയതല്ലേ. കാരണം ഇവർക്കറിയാം മരുന്ന് മുടക്കാൻ പാടില്ല എന്നുള്ളത്. മരുന്ന് മുടക്കി തിരിച്ച് വന്നാൽ ഡോക്ടറേക്ക് വരാനിക്ക് മടി, ആകപ്പാടെ ഒരു എന്താ പറയുക പേടി, ഡോക്ടർ വഴക്ക് പറയുമോ എന്നുള്ള പ്രശ്നം, അങ്ങനെയൊക്കെ വഴക്ക് പറയുമോ എന്നുള്ള പേടി. അതിനുശേഷമാണ് അങ്ങനെയാണ് അവർ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസമായി വീണ്ടും അവർ അത്യാവശ്യം ഒരു 50-60% വേദന കുറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ ആ പേടിയില്ല എന്ന് ഞാൻ പണ്ടേ വന്നു പോയനെ. ഇതാണ്. അപ്പോൾ ഒരു മരുന്ന് മുടക്കി വരുമ്പോൾ പലപ്പോഴും ഡോക്ടർക്ക് വരുമ്പോൾ ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റാമെന്നാണല്ലോ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റാം. കാരണം പലപ്പോഴും അസുഖം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മരുന്ന് എത്ര നാളത്തേക്ക് കഴിക്കണം, ചുമ്മാ കഴിക്കണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്ഥലം മാറി വേറെ സ്ഥലത്ത് പോകുമ്പോൾ അത്രയും ദൂരം വന്ന് കാണിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളൊക്കെ മരുന്ന് കഴിക്കും, പിന്നെ കുറച്ച് നാൾ ഉഴപ്പും, പിന്നെ അത് കഴിയുമ്പോൾ അസുഖം തിരിച്ചു വരുന്നു. തിരിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡോക്ടറേക്ക് വരാനുള്ള പേടി കൊണ്ട് നമുക്ക് അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ എക്സ്ട്രാ കിട്ടും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അസുഖം തിരിച്ചിപ്പം കുറേ പേഷ്യൻസ് ഉണ്ട് 3-4 വർഷം മുടക്കി പെട്ടെന്ന് വേദന വരുമ്പോൾ തന്നെ പെട്ടെന്ന് വരും, വന്ന് വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്ത് കാര്യങ്ങൾ കൺട്രോളിലേക്ക് ആക്കും. കാരണം അവർക്കറിയാം അസുഖം വന്ന് വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും വഷളാവുന്നത് വ്യക്തമായിട്ടറിയാം. അവർക്ക് ചിലപ്പം അത് വന്നു കഴിയുമ്പോൾ നമുക്കും പലപ്പോഴും ഡോക്ടർമാർക്കും വളരെ സങ്കടമാണ്. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് പലപ്പോഴും നമുക്ക് ദേഷ്യം കൊണ്ടല്ല, സങ്കടമാണ് നമുക്ക്. കാരണം അസുഖം കൺട്രോളായി നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന രോഗിയുടെ അസുഖം തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത്രയും കഷ്ടപ്പാടല്ല, ഇത്രയും വേദന അവർ തിന്നേണ്ടി വരുന്നു എന്നുള്ള സങ്കടമാണ് നമുക്ക്. ഒരിക്കലും നിങ്ങളങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. മരുന്ന് മുടക്കി അസുഖം തിരിച്ചു വന്നെങ്കിൽ വീണ്ടും ഡോക്ടറെ തന്നെ പോയി കാണണം. ഡോക്ടറെ കണ്ടിട്ട് വേദന വരുമ്പോൾ തന്നെ അത് തിരിച്ചെടുക്കണം. തിരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൺട്രോളിൽ വരികയും ചെയ്യും. അപ്പോൾ ചില പേഷ്യൻസ് ഉണ്ട് എല്ലാ 2 മാസവും മരുന്ന് മുടക്കും. ആദ്യം 2 മാസം കഴിച്ചു അസുഖം കൺട്രോളായി, വീണ്ടും മരുന്ന് മുടക്കി അസുഖം തിരിച്ചു വന്നു. 5-6 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു, 2-3 മാസം എടുക്കും, വീണ്ടും മരുന്ന് മുടക്കും. അങ്ങനെയുള്ളവർ പലപ്പോഴും നമ്മൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് സംസാരിക്കാറുണ്ട്. നിങ്ങൾ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ആദ്യം കൊടുത്ത മരുന്ന് പിന്നെ എഫക്റ്റീവ് ആകാതെ വരും. 2-3 പ്രാവശ്യം അസുഖം തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ മരുന്ന് കഴിച്ചാൽ ഒട്ടും എഫക്റ്റ് ചെയ്തതെന്ന് മാത്രമല്ല, മരുന്ന് അത് അവരുടെ അസുഖത്തിൽ തീവ്രത കൂടുകയും പല ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യും, അവരുടെ തന്നെ ലോങ് ടേം ഔട്ട്കം മോശമാകുകയും ചെയ്യും. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വേറെ ലങ്സിനെയോ ഹാർട്ടിനെയോ ഒക്കെ ഇൻവോൾവ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് സംസാരിക്കേണ്ട. അല്ലാതെ ഒരു പ്രാവശ്യം മരുന്ന് മുടക്കി തിരിച്ചു വന്നു, അത് കാരണം നമ്മളെല്ലാം മനുഷ്യരല്ല, നമുക്കെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ മരുന്ന് അപ്പം ആ സമയത്ത് ടെമ്പററി നമുക്ക് മരുന്ന് മുടക്കേണ്ടി വരികയും ചെയ്യാം. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്ന് മുടക്കണം എന്നല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ചാനലിലെ കുറേ പേര് പലപ്പോഴും ചോദിക്കാൻ ഡോക്ടറെ ഞാൻ മരുന്ന് മുടക്കി, ഇനി അവിടെ വന്നാൽ ഡോക്ടറെ കാണാൻ പേടിയാണ്, ഡോക്ടർ വഴക്ക് പറയുമോ, എന്ത് സംഭവിക്കും. കാരണം ഇവർക്ക് വ്യക്തമായിട്ട് അറിയാൻ ചെയ്ത് തെറ്റാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ആ രീതിയിലേക്ക് വരാം. നിങ്ങൾക്ക് വീണ്ടും ഡോക്ടറോടൊന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് മുടക്കി വീണ്ടും അസുഖം വരുമ്പോൾ കൺട്രോൾ ചെയ്യാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ആന മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകരുത്.